ഹലോ, ഫോർലിംഗോ ഫോറിൻ ലാംഗ്വേജ് അക്കാദമി അവതരിപ്പിക്കുന്ന 30-ഡേ ചലഞ്ചിന്റെ മൂന്നാമത്തെ ദിവസമായുള്ള ഡേ 3 ചലഞ്ചിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. അറേഞ്ച് ക്രൊണോളജിക്കലി ആസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഹൈറാർക്കി ഓഫ് നീഡ്സിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻസിനകത്തുള്ളത് സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫ് എസ്റ്റീം നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്, സോഷ്യൽ നീഡ്സ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. ഇങ്ങനെയുള്ള 5 നീഡ്സിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്നുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ ക്രൊണോളജിക്കൽ അറേഞ്ച്മെന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. റീസെന്റ് ആയിട്ടുള്ള എക്സാം ഡിസംബർ 2024 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്കാം ഏത് ഏരിയ എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എന്താണ് ഇതിന്റെ ആൻസർ എന്നുള്ളത്. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി. മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. എന്താണ് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Maslow's hierarchy of needs is a theory that states that human behavior is driven by 5 categories of needs. ഹ്യൂമൻ ബിഹേവിയർ എന്നുള്ളത് 5 കാറ്റഗറി, മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്നുള്ളത് ഹ്യൂമൻ നീഡ്സിനെ 5 കാറ്റഗറി ആയിട്ടാണ് മാസ്ലോ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പീപ്പിൾസ് ആർ മോട്ടിവേറ്റഡ് ടു ഫുൾഫിൽ ദെയർ നീഡ്സ് ഇൻ ഓർഡർ, സ്റ്റാർട്ടിങ് വിത്ത് ദ മോസ്റ്റ് ബേസിക് നീഡ്സ് ആൻഡ് മൂവിങ് അപ് ടു ദി ഹയർ നീഡ്സ്. മനുഷ്യന്റെ നീഡ്സ് അല്ലെങ്കിൽ ആവശ്യങ്ങളെ 5 കാറ്റഗറി ആയിട്ട് തിരിക്കുകയും മനുഷ്യൻ എപ്പോഴും അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക ഒരു ഓർഡറിലാണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുകയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് നിന്ന് ഹയർ നീഡ്സിലേക്കാണ് ഹ്യൂമൻ നീഡ്സ് എന്നുള്ളതാണ് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് പറയുന്നത്, ഈ ഒരു തിയറി സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 5 നീഡ്സ് ആയിട്ടാണ് ഹ്യൂമൻ നീഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് നിന്ന് തുടങ്ങി ഹയർ ഓർഡറിലേക്ക് അല്ലെങ്കിൽ ഹയർ നീഡിലേക്ക് പോകുന്ന രീതിയിലാണ് ഹ്യൂമൻ നീഡ്സിനെ മാസ്ലോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ അറേഞ്ച്മെന്റ് ആണ്, ഈ ഒരു തിയറിയാണ് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ഈ 5 കാറ്റഗറി എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. മാസ്ലോ ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് മാസ്ലോ നടത്തിയിട്ടുള്ളത്. 5 നീഡ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്നുള്ള ഫിസിയോളജിക്കൽ നീഡ്സ്, ഫിസിക്കൽ പ്ലസ് ബയോളജിക്കൽ നീഡ്സ്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ്. ദെൻ സേഫ്റ്റി, ദെൻ ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, ദെൻ എസ്റ്റീം നീഡ്സ്, ദെൻ ലാസ്റ്റ് വൺ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇങ്ങനെയാണ് ഈ ഓർഡർ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ വന്നിട്ടുള്ളത്. ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്നതാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്നുള്ളത്. ഫിസിക്കൽ പ്ലസ് ബയോളജിക്കൽ നീഡ്സ്, മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ലൈക്ക് എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, ഇങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്ന. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ ഒരു നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്നുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് സേഫ്റ്റി നീഡ്സ് എന്നുള്ളത്. സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി, സുരക്ഷ, ഇതൊക്കെയാണ് അടുത്തൊരു നീഡായിട്ട് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് പേഴ്സണൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസ്, ഹെൽത്ത്, പ്രോപ്പർട്ടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എംപ്ലോയ്മെന്റ് പോലെയുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നീഡ്സ് എല്ലാം വരുന്നതാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എന്നുള്ള. ഇതാണ് അടുത്ത ഒരു ഓർഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ മാസ്ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മനുഷ്യന്റെ അടുത്ത ലെവലിലേക്ക് ഹ്യൂമൻ നീഡ്സ്, ഈ ഒരു ഓർഡർ അച്ചീവ് ചെയ്യാനാണ് ഹ്യൂമൻസ് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ തിയറി ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, തേർഡ് വൺ ആയിട്ട് പറയുന്നതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ് എന്നുള്ളത്. മനുഷ്യർ ഒരു സോഷ്യൽ ആനിമൽ ആണ് എന്നുള്ളതും അതുകൊണ്ട് തന്നെ ലവ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, ഇൻറ്റിമസി, ഫാമിലി, സെൻസ് ഓഫ് കണക്ഷൻ പോലെയുള്ള നീഡ്സ് പറയുന്നതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ് എന്ന് പറയുന്ന ഒരു തേർഡ് ഓർഡർ നീഡ്സ് എന്നുള്ളത്. ദെൻ മൂവിങ് ഓൺ ടു എസ്റ്റീം നീഡ്സ്. എസ്റ്റീം നീഡ്സ് എന്നുള്ളത് ലൈക്ക് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം, സ്റ്റാറ്റസ്, റെക്കഗ്നിഷൻ, സ്ട്രെങ്ത്, ഫ്രീഡം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എസ്റ്റീം നീഡ്സിനകത്ത് പറയുന്നത്. ഇതാണ് അടുത്തൊരു ഓർഡർ എന്നുള്ളത്. ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് നീഡ്സ് എന്ന് പറയുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള നീഡ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്നുള്ള ഒരാൾ എന്താണോ
അയാളുടെ ആക്ച്വലൈസേഷൻ എന്തായി തീരാനാണോ അയാൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഡിസയർ ടു ബിക്കം ദ മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ ബി. ഒരാൾക്ക് എന്താകാൻ പറ്റും എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡറിലാണ് മാസ്ലോയുടെ തിയറി ഡിഫൈൻ ചെയ്യുന്നത് ഹ്യൂമൻ നീഡ്സിനെ. ഓർത്തിരിക്കുക, ഓർഡർ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ്, ദെൻ സേഫ്റ്റി നീഡ്സ്, ദെൻ ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, ദെൻ എസ്റ്റീം നീഡ്സ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തവണ ചോദിച്ചിട്ടുള്ളത്. ഹൈറാർക്കി ഓഫ് നീഡ്സ് ആരാണ് ഈ ഒരു തിയറിയുടെ പ്രൊപ്പണന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓർത്തിരിക്കുക, അബ്രഹാം മാസ്ലോ ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതാണ് ഈ ഒരു ഓർഡർ എന്നുള്ളത്. ഈ ഒരു ഓർഡർ ഓർത്തിരിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് എന്നുള്ളത്. അറേഞ്ച് ക്രോണോളജിക്കലി ഹൈറാർക്കി ഓഫ് നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫ് എസ്റ്റീം നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്, സോഷ്യൽ നീഡ്സ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. സോ എന്തായിരിക്കും ഇനി ഇതിന്റെ കറക്റ്റ് ആൻസർ? ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ഈ ഒരു നീഡ്സ് വരുന്നത് എന്നുള്ളത്. ഈ നീഡ്സിന്റെ ഓർഡർ എന്താണ് എന്നുള്ളതാണ്. സോ ഏതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ? ഏതായിരിക്കും? ഓർത്തിരിക്കുക, ഓപ്ഷൻ 1. ഓപ്ഷൻ 1-നകത്ത് പറഞ്ഞിട്ടുള്ള സി എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് എന്നുള്ള, ഇതാണ് ആദ്യത്തെ ഒരു നീഡ് എന്നുള്ളത്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്നുള്ളതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ദെൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ആണ് രണ്ടാമത്തെ ഒരു ഓർഡർ എന്നുള്ളത്, സേഫ്റ്റി സെക്യൂരിറ്റി നീഡ്സ്. ദെൻ സോഷ്യൽ നീഡ്സ്, സോഷ്യൽ ലവ് ബിലോങ്ങിങ്സ് പോലെയുള്ള കാര്യങ്ങളാണ് അടുത്തൊരു നീഡായിട്ട് വരുന്നത്. ദെൻ സെൽഫ് എസ്റ്റീം നീഡ്സ്, ഫോർത്ത് ലെവലായിട്ട് വരുന്നതാണ് സെൽഫ് എസ്റ്റീം നീഡ്സ് എന്നുള്ളത്. ഏറ്റവും ഹയർ ഓർഡർ എന്ന് പറയുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്നുള്ളത്. ഇതാണ് ഹ്യൂമൻ നീഡ്സിന്റെ ആ ഒരു ഹൈറാർക്കി എന്നുള്ളത്. ഓർത്തിരിക്കുക, മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ 1 ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നാൽ അത് വർക്കൗട്ട് ചെയ്യുന്നത്.